1971 നവംബർ 24. അമേരിക്കയിലെ ഒരു സാധാരണ വൈകുന്നേരം. പോർട്ട്ലാൻഡിൽ നിന്ന് സിയാറ്റിലേക്ക് പോകുന്ന വിമാനത്തിൽ മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ശാന്തമായി കയറിയിരുന്നു. ടിക്കറ്റിൽ എഴുതിയിരുന്ന പേര് ഡാൻ കൂപ്പർ. വിമാനമുയർന്നതിനു പിന്നാലെ അദ്ദേഹം ഒരു എയർ ഹോസ്റ്റസിന് ഒരു കുറിപ്പ് കൈമാറി. ആദ്യം അത് സാധാരണ ഒരു ഫോൺ നമ്പറാണെന്ന് അവൾ കരുതി. എന്നാൽ കുറിപ്പിൽ എഴുതിയിരുന്നത് ഞെട്ടിക്കുന്ന സന്ദേശമായിരുന്നു. എന്റെ കൈവശം ഒരു ബോംബുണ്ട്. പിന്നീട് അദ്ദേഹം ബ്രീഫ് കേസ് തുറന്നു കാണിച്ചപ്പോൾ അതിനുള്ളിൽ വയറുകളും ചുവന്ന സിലിണ്ടറുകളും കാണാമായിരുന്നു. കൂപ്പർ $2,00,000 പണമായും 4 പാരച്യൂട്ടുകളായും ആവശ്യപ്പെട്ടു. വിമാനം സിയാറ്റിലിൽ ഇറങ്ങിയപ്പോൾ അധികൃതർ അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു. യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കിയ ശേഷം പണവും പാരച്യൂട്ടുകളും വിമാനത്തിൽ എത്തിച്ചു. എന്നാൽ കൂപ്പറിന്റെ പദ്ധതി അവിടെ അവസാനിച്ചില്ല. വിമാനം വീണ്ടും പറന്നുയർന്നു. രാത്രി ഇരുണ്ടിരുന്നു. പുറത്തു കനത്ത മഴയും ശക്തമായ കാറ്റും. വിമാനത്തിൽ ഇപ്പോൾ കൂപ്പറും ഏതാനും ജീവനക്കാരും മാത്രം. മെക്സിക്കോയിലേക്ക് പോകാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. യാത്രയ്ക്കിടെ കൂപ്പർ തന്റെ ശരീരത്തിൽ പണച്ചാക്ക് കെട്ടി ഒരു പാരച്യൂട്ട് ധരിച്ചു. വിമാനത്തിന്റെ പിൻവാതിൽ തുറന്നു. ഏകദേശം 10,000 അടി ഉയരത്തിൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന വിമാനത്തിൽ നിന്ന് അദ്ദേഹം ഇരുട്ടിലേക്ക് ചാടി. അതിനുശേഷം സംഭവിച്ചത് ഇന്നും ഒരു രഹസ്യമാണ്. കൂപ്പറെ വീണ്ടും ആരും കണ്ടിട്ടില്ല. ആയിരക്കണക്കിന് ഏക്കർ വനങ്ങളും മലനിരകളും FBI തിരഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരമോ പണത്തിന്റെ ഭൂരിഭാഗമോ കണ്ടെത്താനായില്ല. വർഷങ്ങൾക്കുശേഷം ഒരു നദിക്കരയിൽ മോചനദ്രവ്യത്തിലെ ചില നോട്ടുകൾ മാത്രം കണ്ടെത്തി. അത് കേസിനെ കൂടുതൽ ദുരൂഹമാക്കി. അദ്ദേഹം ആ അപകടകരമായ ചാട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയ ജീവിതം ആരംഭിച്ചോ? അല്ലെങ്കിൽ കനത്ത മഴയിലും കാടുകളിലും ജീവൻ നഷ്ടമായോ? ഇന്നുവരെ ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. 45 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലും DB കൂപ്പറുടെ യഥാർത്ഥ തിരിച്ചറിയലും വിധിയും അജ്ഞാതമായി തന്നെ തുടരുന്നു. അതുകൊണ്ടാണ് DB കൂപ്പറിന്റെ കഥ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ അൺസോൾവ്ഡ് മിസ്റ്ററികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ വിമാനം തട്ടിയെടുത്തു, പണം വാങ്ങി, ആകാശത്തിലേക്ക് ചാടി, പിന്നെ ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനായി.